ആഫ്റ്റർ ബ്രഹ്മയുഗം രാഹുൽ സദാശിവം ഈസ് ബാക്ക്. ഡയസ് ഇറിയ ട്രെയിലർ വന്നിട്ടുണ്ട്. പ്രണവ് മോഹൻലാലാണ് നായകൻ. നമുക്കറിയാം, ടീസറൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ട്രെയിലർ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. ട്രെയിലർ കാണുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആ കുട്ടിയുടെ കാര്യം നിനക്ക് തോന്നിയപ്പോഴേ പറയായിരുന്നില്ലേ? ചിലപ്പോൾ അത് രക്ഷപ്പെട്ടിരുന്നെങ്കിലോ? അങ്ങനെ എനിക്ക് തോന്നുന്നതൊക്കെ നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവരെന്ത് കയറി എന്നിട്ടാ തോന്നലിപ്പോ ശരിയായില്ലേ? ഞാൻ അറിയില്ല. എസ്തെറ്റിക് കുഞ്ഞമ്മ അഭിനയിച്ചിട്ടുണ്ടല്ലേ? ആകെ ഉണ്ടായിരുന്ന ആന്തരിക അതിന്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെ ആയില്ലേ? ഓ, വേറെ ആരോടും പറഞ്ഞത് വിശ്വസിക്കും. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഡ്രമ്മറാണല്ലേ? തിരക്കുവാണല്ലോ എല്ലാം. പുറത്തെന്താ ടാറ്റു? ഡയറക്റ്റഡ് ബൈ രാഹുൽ സദാശിവം. അപ്പോൾ അതാണ് ട്രെയിലർ. എന്തായാലും രാഹുൽ സദാശിവം മാൻ, നിങ്ങളുടെ ഈ ഒരു ഏരിയയിൽ നിങ്ങളുടെ എക്സ്പെർട്ടൈസ് ആ ട്രെയിലറിൽ കാണാനുണ്ട്. പ്രമേഹം കഴിഞ്ഞ് നിങ്ങൾ ഈ ഒരു പരിപാടി, അതും പ്രണവിനെ വെച്ച്, പ്രണവിനൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാന്ന് പറയുന്നത് അതൊരു സ്കിൽഫുള്ളായിട്ടുള്ള പരിപാടി തന്നെ ആയിരിക്കണം. കാരണം ആ ട്രെയിലറിൽ കണ്ട സമയത്ത് പ്രണവിൻ്റെ ഒരു പെർഫോമൻസ് തന്നെയാണ് ഇങ്ങനെ മുമ്പോട്ട് നിൽക്കുന്നത്. ആളുടെ ആ ഒരു കട്ട്സിലൊക്കെ വരുന്ന ഒരു എക്സ്പ്രഷൻ, ഫൈനൽ ആ ഒരു ട്രെയിലറിലെ ലാസ്റ്റിലേക്കുള്ള ഒരു മിറർ ഷോട്ടിലൊക്കെ നല്ല കിടിലായിട്ട് ആ സാധനം വർക്കൗട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ പറയാനുള്ളത് മ്യൂസിക്കിൻ്റെ കാര്യമാണ്. ക്രിസ്റ്റോ, പ്രമേഹവും ക്രിസ്റ്റോ ആയിരുന്നു. ഇപ്പം വീണ്ടും ഇതും രാഹുൽ സദാശിവത്തിൻ്റെ കൂടെ അങ്ങേരുടെ ഒരു സ്ഥിരം ആളായി മാറുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെന്തായാലും നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് പ്രൊഡക്ഷൻ അവരിനി ഹൊറർ മൂവീസാണ് അവരിനി അതേ ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു സംഗതിയാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനൊരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അവരും രാഹുൽ സദാശിവം ഇനിയും ഭാവിയിൽ ഇനിയും കൊളാബറേഷൻസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇത് ട്രെയിലറിൽ നല്ലൊരു പ്രതീക്ഷ തന്നിട്ടുണ്ട്. ഇനി ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മൂവി. ഹാലോവീനാണ്, മലയാളത്തിൽ നിന്ന് ഒരു ഹാലോവീൻ ഹൊറർ മൂവി നമുക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും കാത്തിരിക്കാം. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും സിനിമ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. ഓക്കെ, ബൈ.